ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ യുവതി മരിച്ചു. അമ്പലപ്പുഴ കരൂർ തൈവേലിക്കകം അൻസാറിന്റെ ഭാര്യ ഷിബിനെയാണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. പ്രസവത്തെ തുടർന്നുള്ള അണുബാധയ്ക്ക് ചികിത്സയിലായിരുന്നു ഇവർ. ചികിത്സാ പിഴവെന്ന് ആരോപിച്ച് ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രതിഷേധിക്കുന്നുണ്ട്. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായിട്ട്. രഘു, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? എന്തെങ്കിലും രീതിയിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? മാർച്ച് 21-ാം തീയതിയാണ് ഷീബയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. 26-ാം തീയതി പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ഇതിനുശേഷം കുട്ടിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് കുട്ടിയെ അവിടെ അഡ്മിറ്റ് ആകുകയും ഷീബയെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. എന്നാൽ കുട്ടി ആശുപത്രിയിൽ തുടരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവിക കൈക്കുഞ്ഞായതുകൊണ്ട് അമ്മയും അവിടെ തുടർന്നു. ഇതിനിടെയാണ് ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതും പിന്നീട് വീണ്ടും അവിടെ അഡ്മിറ്റ് ആകുന്നതും. ഇന്ന് രാവിലെയോടുകൂടി വെന്റിലേറ്ററിലേക്ക് മാറ്റി ഉച്ചയോടുകൂടി വീട്ടമ്മ 31 വയസ്സുകാരി മരിക്കുകയാണ് ഉണ്ടായത്. ബന്ധുക്കൾ പറയുന്നത്, അതായത് ഈ പ്രസവത്തെ ചികിത്സയ്ക്ക് തുടർന്നുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകൾ നിലനിൽക്കെയാണ് വീട്ടമ്മയെ ഡിസ്ചാർജ് ചെയ്തതെന്ന് മാത്രവുമല്ല, ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് പലതവണ പറഞ്ഞിട്ടും ഡോക്ടർമാർ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇൻഫെക്ഷൻ ആവുകയും തുടർന്ന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തത് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. 3 മണിയോടുകൂടി ബന്ധുക്കൾ അവിടെ ഈ മരണവിവരം അറിഞ്ഞ് തൊട്ടടുത്തുള്ള സ്ഥലത്താണ് ഷിബയുടെ വീട്. ബന്ധുക്കളൊക്കെ കൂട്ടമായി അവിടെ എത്തുകയും നാട്ടുകാരും ഒക്കെ എത്തുകയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ നടത്തുകയും ചെയ്തു. മുൻപും സമാനമായ രീതിയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട്. ഏതാനും ഒരു 2-3 മാസങ്ങൾക്ക് മുൻപാണ് തൊട്ടടുത്തുള്ള ആലപ്പുഴ നഗരത്തിലുള്ള അമ്മയുടെയും കുഞ്ഞിന്റെയും ആശുപത്രിയിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ ഒരു യുവതി മരിച്ചത്. സ്വാഭാവികമായി തന്നെ നമ്മൾ തന്നെ പലതവണ ക്യാമ്പയിനുകൾ ചെയ്തിട്ടുണ്ട്. അതായത് ചികിത്സാ പിഴവ് മൂലം മരിക്കുകയോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള രോഗാതുരരാകുകയോ ചെയ്ത ആളുകളുടെ അവസ്ഥയെപ്പറ്റി ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറയട്ടെ, ആരോഗ്യവകുപ്പോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സംഘടന IMA ഒക്കെ വലിയ രീതിയിൽ ഡോക്ടർമാരുടെ അവകാശങ്ങൾക്കൊക്കെ വേണ്ടി വാതോരാതെ പോരാടുകയും ഏതെങ്കിലും ഒരു രീതിയിൽ, ഏതെങ്കിലും ചെറിയ രീതിയിൽ ഡോക്ടർമാർക്ക് നേരെ കയ്യേറ്റമോ അസഭ്യ പരാമർശമോ ഒക്കെ ഉണ്ടായാൽ വാർത്താക്കുറിപ്പ് ഇറങ്ങുകയും വലിയ രീതിയിൽ സർക്കാരിനെ മുൾമുനയിലൊക്കെ നിർത്തുന്ന രീതിയിൽ ഡോക്ടർമാരുടെ സംഘടനയൊക്കെ പലപ്പോഴും പെരുമാറിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ സാധാരണക്കാരുടെ ജീവൻ നിരന്തരമായി ആശുപത്രിയിൽ പൊലിഞ്ഞിട്ടും ഒരു പത്രക്കുറിപ്പ് കൊണ്ട് പോലും ഒരു പ്രതിഷേധം രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് ന്യായമായി അന്വേഷിക്കാനോ ഈ ഡോക്ടർമാരുടെ സംഘടനയോ ഒരു സർക്കാർ സംവിധാനമോ തയ്യാറാകുന്നില്ല എന്നുള്ള വസ്തുത പാവപ്പിടിച്ച ആളുകൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളൊക്കെയാണ് കൂടുതലും ഇത്തരത്തിൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയൊക്കെ പോകുന്നത്. ശരി, രഘുനാഥ് നാരായണാണ് വിവരങ്ങൾ നൽകിയത്. ചികിത്സാ പിഴവ് ആരോപണമാണ് ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് 31-കാരിയായ യുവതി മരിച്ചത്.